പ്രിയ വിദ്യാർത്ഥികൾക്ക് സാദര നമസ്കാരം. ഇന്ന് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കണം. 1 പ്രതിസന്ധി, 2 പ്രലോഭനം, 3 പ്രശംസ. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് ഈ 3 കാര്യങ്ങൾ: പ്രതിസന്ധി, പ്രലോഭനം, പ്രശംസ. ഒന്നാമത്തേത് പ്രതിസന്ധി. എന്താണ് പ്രതിസന്ധി? നമുക്ക് മനുഷ്യനായി ജീവിക്കുവാൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ആവശ്യമുണ്ട്. സാധാരണ ഒരു മൃഗം ജനിക്കുമ്പോൾ അതിന് മരണം വരെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഈശ്വരൻ അതിൻ്റെ തലച്ചോറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഒരു പശു ഒരു കിടാവിനെ പ്രസവിച്ചു, നമ്മൾ ഉടനെ കൊണ്ടുപോയി വെള്ളത്തിലേക്ക് ഇട്ടു. അത് നീന്തുമോ ഇല്ലയോ? നന്നായിട്ട് നീന്തി വരും. ആരാണ് അതിനെ നീന്താൻ പഠിപ്പിച്ചത്? ജനിച്ച് മരിക്കുന്നത് വരെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊരു പശുവിൻ്റെ കുട്ടിക്ക്, ഒരു പൂച്ചയുടെ കുട്ടിക്ക്, പട്ടിയുടെ കുട്ടിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യക്കുട്ടി ജനിച്ച ഉടനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാലോ നീന്തി വരുമോ? മുങ്ങി മരിച്ചു പോകും. ഇവിടെ ജനിച്ച് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. നമ്മുടെ ബുദ്ധി, ചിന്ത, നമ്മുടെ ശരീരം ഒക്കെ വളരുന്നത് പോലെ തന്നെ നമ്മുടെ മാനസിക നിലയിലും നമ്മുടെ ബുദ്ധി വൈഭവത്തിലും എല്ലാം മാറ്റമുണ്ടാകുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും, ലാഭവും നഷ്ടവും, ജയവും പരാജയവും വരും. ഇരുട്ടും പകലും പോലെ ഇത് മാറി മറഞ്ഞു വരുന്നതാണ്. അങ്ങനെയുള്ള ആ ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകും. അത് ചിലപ്പോൾ ശരീരത്തിൽ രോഗത്തിന്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ പരീക്ഷയിലെ തോൽവിയുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റ് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാവാം. ഇങ്ങനെ അനേകം പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വരും. ഈ പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കുവാൻ നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറയുന്നു. കാരണം നിങ്ങൾക്ക് ഇന്നുള്ള പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ സഹായിക്കും. കാരണം നിങ്ങൾക്ക് പറ്റുന്ന ഒരു തെറ്റ്, നിങ്ങൾക്ക് പറ്റുന്ന ഒരബദ്ധം, അത് നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായ വഴിയിലൂടെ നയിക്കുവാൻ നമ്മളെ പര്യാപ്തരാക്കും. അതായത് 10ാം തരത്തിലെ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. പരീക്ഷയുടെ തലേ ദിവസം വരെ മൊബൈൽ ഫോൺ കൊണ്ട് കളിച്ചു. അങ്ങനെ പരീക്ഷയിൽ നമ്മൾ ദയനീയമായി തോറ്റുപോയി. അത് മറ്റേതെങ്കിലും മത്സര പരീക്ഷയാവട്ടെ. അങ്ങനെ പരീക്ഷയിൽ തോറ്റുപോയി, വീണ്ടും അവസരമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഏതൊരു വിഷയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറേണ്ടവനായിരുന്നോ അതിൽ ശ്രദ്ധിക്കാതെ മറ്റു പലതിൻ്റെയും പുറകിൽ പോയപ്പോൾ ആത്യന്തികമായ എൻ്റെ ലക്ഷ്യത്തിൽ എനിക്ക് മങ്ങൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് ഞാൻ ഉന്നത വിജയത്തെ കരഗതമാക്കുവാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് ഒരു വിദ്യാർത്ഥി തീരുമാനിച്ചാൽ അവൻ്റെ പ്രതിസന്ധി അവന് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയത്തെ നൽകുന്നു. പ്രതിസന്ധികളെ അവസരങ്ങളായി എടുക്കുക, വീഴ്ചകളെ അവസരങ്ങളായി എടുക്കുക. ഇതാണ് ദശരഥ മഹാരാജാവ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠം. രാജാവ് കാട്ടിൽ പോയി നായാട്ടിന് പോയതായിരുന്നു. പക്ഷെ അബദ്ധവശാൽ ഒരു മുനികുമാരനെ കൊന്നു. ആ മുനികുമാരന്റെ ചിതയിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് വൃദ്ധന്മാരായ ആ മുനികുമാരന്റെ മാതാപിതാക്കളും ആത്മാഹുതി നടത്തി. അതിനു മുമ്പ് ഒരു ശാപം കിട്ടി. ഈ ശാപം ഇതായിരുന്നു: പുത്രദുഃഖത്താൽ ദശരഥ നീ നീറി മരിക്കും. അപ്പൊ 3 ഭാര്യമാരുള്ള ദശരഥ മഹാരാജാവ് മക്കൾ ഉണ്ടാകാത്ത ടെൻഷനായിട്ടാണ് കാട്ടിലേക്ക് പോയത്. തിരിച്ച് ശാപവുമായിട്ട് വന്നു. അപ്പോ അദ്ദേഹം ദുഃഖിതനായി വരുന്നത് കണ്ടപ്പോ കുലഗുരുവായ വസിഷ്ഠ മഹർഷി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ മഹർഷി ചിരിക്കുകയാണ്. എന്താ മഹർഷി ചിരിക്കുന്നത്? എനിക്ക് ശാപം കിട്ടിയിട്ടാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദശരഥ എന്താണ് നിനക്ക് കിട്ടിയ ശാപം? പുത്രദുഃഖത്താൽ നീ മരിക്കും, അതുകൊണ്ട് നിനക്ക് മക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ മകൻ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയായല്ലോ. ഇതാണ് വീഴ്ചകളെ അവസരങ്ങളായി എടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയണം. രണ്ടാമത്തേതാണ് പ്രലോഭനം. ഇത് വളരെ അപകടമാണ്. നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാകുന്നു, പ്രലോഭനമാണ്. ഇത് കുറച്ചൊന്ന് ഉപയോഗിച്ച് നോക്കൂ, വളരെ വലിയ സുഖം കിട്ടും. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞതാണ്. നീ ആൺകുട്ടിയല്ലേ, നീ ഒന്ന് ഉപയോഗിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രലോഭിക്കും.
നല്ല ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ പ്രലോഭിപ്പിക്കും. നല്ല പോലീസ് ഓഫീസറെ തെറ്റ് ചെയ്യുവാൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രലോഭനങ്ങൾ ധാരാളം ഉണ്ടാകും നല്ല ആളുകളുടെ ജീവിതത്തിൽ. അതിൽ വീണു പോകാതിരിക്കണം. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അവിടെയാണ് ഇത് പ്രലോഭനമാണ്, ഇത് ആത്യന്തികമായിട്ട് എനിക്ക് ശാന്തിയെ നൽകില്ല, എൻ്റെ ജീവിതത്തിൽ ഇത് വലിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കും, ഇത് എനിക്ക് ചേർന്നതല്ല, ഇതെൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല, ഇതെൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ചേർന്നതല്ല, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. നോക്കൂ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി മയക്കുമരുന്നിന് അടിമപ്പെട്ട് വീട്ടിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ സ്ഥിതി? അവർക്ക് വളരെ ദുഃഖിതരായിരിക്കും. അവർക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ കാരണമാകുമത്. അതുകൊണ്ട് അനേകം പ്രലോഭനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ വീണു പോകാതിരിക്കുവാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കണം. അടുത്തത് പ്രശംസയാണ്. അതും വളരെ അപകടകരമാണ്. നമുക്കുള്ളതും ഇല്ലാത്തതും പറഞ്ഞുകൊണ്ട് ആളുകൾ നമ്മളെ പ്രശംസിക്കുക. ആ പ്രശംസയിൽ നമ്മൾ വീണുപോയാൽ അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യം നേടുവാനുണ്ടാവും. ഇത് രാഷ്ട്രീയത്തിലും അധികാരത്തിലുമാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെടുന്ന ആൾക്ക് ചുറ്റും ഉപചാപക വൃന്ദങ്ങൾ രൂപപ്പെടും. അത് മുഖ്യമന്ത്രിക്ക് ചുറ്റും, മന്ത്രിമാർക്ക് ചുറ്റും, MLA-മാർക്ക് ചുറ്റും ഒക്കെ അങ്ങനെ ഒരു സംഘങ്ങളെയെല്ലാം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും പ്രശംസ കൊണ്ട് മൂടിയിട്ട് കാര്യങ്ങൾ സാധിക്കുന്നു. അപ്പൊ നമ്മളെ അനാവശ്യമായി പ്രശംസിക്കുന്ന ഒരാളോട് നമ്മൾ കരുതലോടുകൂടിയിരിക്കണം. കാരണം നമ്മളെ വിമർശിക്കുമ്പോഴോ കുറ്റം പറയുമ്പോഴോ നമുക്ക് പലതും അങ്ങോട്ട് പറയാം. പക്ഷെ പ്രശംസിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രശംസിക്കുന്ന ആൾ ആരാണ്, അയാൾ എന്തിനാണ് എന്നെ പ്രശംസിക്കുന്നത്, എന്നെ പ്രശംസിച്ചതുകൊണ്ട് അയാൾക്ക് എന്താണ് പ്രയോജനം, ഇങ്ങനെ നമ്മളതിനെ വിലയിരുത്തണം. എന്നാൽ നല്ല രീതിയിൽ നമ്മളെ പ്രശംസിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഉന്നതമായൊരു വിജയം നേടി, അപ്പൊ 100 പേരുടെ മുന്നിൽ വെച്ച് പറയുകയാണ് ഈ കുട്ടി ഉന്നതമായ വിജയം നേടി, നല്ല കുട്ടിയാണ്, ഗംഭീര കഴിവുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നമ്മളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ ട്രാപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ ആരെങ്കിലും പ്രശംസ കൊണ്ട് മുടുന്നുവെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. അപ്പം പ്രതിസന്ധി, പ്രലോഭനം, പ്രശംസ, ഈ 3 കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ഈ 3 വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടാൽ നമ്മുടെ ജീവിതം സുന്ദരമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അശാന്തി നിഴലിക്കും, മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. പ്രതിസന്ധിയും പ്രലോഭനത്തിൽ വീണുപോയാലും, പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയാലും, അതുപോലെ പ്രശംസയിൽ നമ്മൾ വശംവദരായാലും ഒക്കെ നമ്മുടെ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.